സർക്കാരിന്റെ മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചു. മദ്യനയം ചോദ്യം ചെയ്ത് ബാർ ഉടമകൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മാത്രം തുറക്കാൻ അനുമതി നൽകി. മദ്യനയത്തിൽ പൂർണ്ണമായ അധികാരം സർക്കാരിന് നൽകിയ കോടതി വിധി പ്രസ്താവം 2 വാചകത്തിൽ അവസാനിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ബാർ തൊഴിലാളികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. സംസ്ഥാനത്ത് പൂട്ടിയ 730 ബാറുകൾ ഇനി തുറക്കില്ല. ബാർ പൂട്ടിയതിനെതിരെ ഹോട്ടൽ ഉടമകൾ നൽകിയ ഹർജികളെല്ലാം സുപ്രീം കോടതി തള്ളി. മദ്യ ഉപഭോഗവും വിൽപ്പനയും നിയന്ത്രിക്കാൻ ഭരണഘടനയുടെ 47-ാം അനുച്ഛേദം സംസ്ഥാന സർക്കാരിന് അനുമതി നൽകുന്നുണ്ടെന്ന കേരളത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഒഴികെ ബാക്കിയുള്ളവയുടെ ബാർ ലൈസൻസ് റദ്ദാക്കിയതിലൂടെ സംസ്ഥാന സർക്കാർ വിവേചനം കാട്ടിയെന്ന ബാർ ഉടമകളുടെ വാദം ജസ്റ്റിസുമാരായ വിക്രംജിത്ത് സെൻ, ശിവകീർത്തി സിംഗ് എന്നിവർ തള്ളി. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുന്നത് പരിഗണിക്കുമെന്ന് വിധി കേട്ട ശേഷം ബാർ ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. അതോടൊപ്പം മദ്യനയം തിരുത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീനിയർ ലോയറുമായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. ഗവൺമെന്റിന് ഇത് പുനർചിന്തനം നടത്താൻ കാര്യം ഇതിനു മുൻപേ അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട്. പുനഃപരിശോധനാ ഹർജി നൽകുക മാത്രമാണ് ഹോട്ടൽ ഉടമകൾക്ക് മുമ്പിലുള്ള ഏക നിയമപരമായ പോംവഴി. ജസ്റ്റിസുമാരുടെ ചേംബറിൽ പരിഗണിക്കുന്ന പുനഃപരിശോധനാ ഹർജികളിൽ അനുകൂല തീരുമാനം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. അതേസമയം ബാർ പൂട്ടിയതിലൂടെ തൊഴിൽ നഷ്ടമായ തൊഴിലാളികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. തൊഴിലാളികൾക്ക് ഉചിതമായ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാമെന്ന് ഒബ്സർവ് ചെയ്തിരിക്കുന്നു. മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചതോടെ ഇനി സംസ്ഥാനത്ത് പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമേ പ്രവർത്തിക്കൂ. സർക്കാർ മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചെങ്കിലും ഇക്കാര്യത്തിലുള്ള നിയമ പോരാട്ടം ഇനിയും തുടരുമെന്നാണ് ബാർ ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നയം തിരുത്തുന്നതിനായി സർക്കാരിൽ സ്വാധീനം ചെലുത്തുമെന്നും ഹോട്ടൽ ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് മുമ്പിൽ നിന്നും ക്യാമറാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. സുപ്രീം കോടതി വിധി ബാർ ഉടമകൾക്ക് എതിരായ പശ്ചാത്തലത്തിൽ UDF-നെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് ബാർ ഉടമകൾ. ബാർക്കോഴ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള അവസരമാണിതെന്നും എലഗൻസ് ബാർ ഹോട്ടൽ ഉടമ ബിനോയ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ബാർക്കോഴ ആരോപണത്തിൽ നേരത്തെ പുറത്തുവന്ന തെളിവുകളൊന്നും തെറ്റല്ലെന്ന് തെളിയിക്കുന്നതായി ബാർ ഉടമകളുടെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്തുള്ള ബാർ ഉടമകളുടെ ഹർജി സുപ്രീം കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ബാർക്കോഴയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ബാർ ഉടമകൾ വ്യക്തമാക്കിയത്. വിധിന്യായം കേട്ട ശേഷം പുറത്തുവന്ന എലഗൻസ് ഹോട്ടൽ ഉടമ ബിനോയ് ബാർക്കോഴി ആരോപണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഹോട്ടൽ അസോസിയേഷനുമായി കൂടിയാലോചന നടത്തി പ്രതികരിക്കാമെന്നും ബിനോയ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പറയേണ്ടതൊക്കെ ആളുകൾ പറഞ്ഞു കാണും. ആ പറഞ്ഞതിൽ എന്തെങ്കിലും മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയാനുള്ള ഒരു വകുപ്പായിരിക്കാം ഈ ഒരു വിധി ഇങ്ങനെ വന്നുകൊണ്ട്. അതായത് ഈ നയം നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ പല തിരിമറികളും നടത്തിയിട്ടുണ്ട്. അത് പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തീർച്ചയായിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെയ്തിട്ടുണ്ടെന്നുള്ളതിനുള്ള തെളിവാണല്ലോ ഈ അന്വേഷണം പിന്നെ നടക്കുന്നത്. അല്ലെങ്കിൽ തീർന്ന് പൂട്ടിക്കെട്ടി പോയാനല്ലോ. നേരത്തെ ബാർ ഹോട്ടൽ ഉടമ ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലിലാണ് കോഴ ആരോപണത്തിൽ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഒത്തുകളിയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് മറ്റു ബാർ ഉടമകളും അറിയിച്ചിരിക്കുന്നത്. മദ്യനയം നടപ്പാക്കുന്നതിന് മുമ്പ് ബാർ ഉടമകളുമായി സംസ്ഥാന സർക്കാർ നടത്തിയ ഒത്തുകളിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമെന്നാണ് ബാർ ഉടമകൾ തന്നെ വ്യക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ UDF-നെ ഇത് കൂടുതൽ പ്രക്ഷുബ്ധമാക്കും. സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്ന് ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സർക്കാരിന്റെ കള്ളക്കളി കോടതി വിധിയോടെ പൊളിഞ്ഞുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കുറച്ചു ബാറുകൾ തുറന്നതും കള്ളക്കളിയുടെ ഭാഗമെന്ന് കോടിയേരി. അതേസമയം സർക്കാരിന് ഇതിൽ അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. UDF-നോട് ബാർ ഉടമകളുടെ വിരട്ടൽ വേണ്ടെന്നായിരുന്നു KPCC പ്രസിഡന്റ് VM സുധീരന്റെ മുന്നറിയിപ്പ്. കോടതി വിധി സർക്കാർ നയത്തിനുള്ള അംഗീകാരമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. സർക്കാരിന്റെ കള്ളക്കളി കോടതി വിധിയോടെ പൊളിഞ്ഞുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കുറച്ചു ബാറുകൾ തുറന്നതും കള്ളക്കളിയുടെ ഭാഗമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇനി മറ്റു തരത്തിലൊരു തീരുമാനമെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അനുവദിക്കാത്ത വിധത്തിലുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഗവൺമെൻറ് ഉദ്ദേശിച്ചത് സുപ്രീം കോടതിയിൽ പോയി ബാർ ഉടമസ്ഥന്മാർ അനുകൂലമായ വിധി വാങ്ങിക്കൊള്ളട്ടെ എന്ന നിലപാടായിരുന്നു കേരള ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. ആ കള്ളക്കളി പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയുടെ പ്രത്യേകത. അതേസമയം സർക്കാരിന് ഇതിൽ അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. കെ ബാബു ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലാണെന്നും പിണറായി പറഞ്ഞു. ബാബു ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. കൂട്ടത്തിൽ ഉള്ളവരെല്ലാം ശരിയായ രീതിയിൽ തുറന്നു കാണിക്കപ്പെടും എന്ന സൂചനകൾ ഈ വിധിക്ക് ശേഷം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ UDF-ന് പ്രത്യേകിച്ച് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നതാണ് വസ്തുത.
മദ്യനയത്തിൽ കോടതി വിധി വന്നതോടെ ഓപ്പറേഷൻ വിജയിച്ചു, പക്ഷേ രോഗി മരിച്ചു എന്ന അവസ്ഥയിലാണ് UDF സർക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. ഘട്ടം ഘട്ടമായി മദ്യനിരോധനമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം UDFിനോട് ബാറുടമകളുടെ വിരട്ടൽ വേണ്ടെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ മുന്നറിയിപ്പ് നൽകി. ബാറുടമകളുടെ ഒരു വിരട്ടലും UDFിനോട് വേണ്ട. കാരണം അവര് തെറ്റായ രീതിയിലുള്ള പ്രചാരവേലകൾ നടത്തി UDF സർക്കാരിനെ ദുർബലമാക്കാൻ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. വിധിയിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി K ബാബുവും പ്രതികരിച്ചു. ആ നയം വിവിധ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും ആത്യന്തികമായി സുപ്രീം കോടതി ശരിവെച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ന്യൂസ് ഡെസ്ക്. കൊൽക്കത്തയിൽ ചേരുന്ന CPIM സംഘടനാ പ്ലീനത്തിൽ പ്രമേയത്തിലും റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ച പുരോഗമിക്കുന്നു. രണ്ടാം ദിന പ്രതിനിധി ചർച്ചയിൽ കേരളത്തിൽ നിന്നും TN സീമ പങ്കെടുത്തു. ചർച്ചയിൽ ഉയരുന്ന വിമർശനങ്ങൾ ക്രിയാത്മകമാണെന്നും കൂടുതൽ യുവജനങ്ങളെ പാർട്ടിയിലേക്കും നേതൃത്വത്തിലേക്കും എത്തിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി കാണുമെന്നും PB അംഗം മുഹമ്മദ് സലീം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിലും PB അംഗം പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെയും ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മക പരിശോധനയാണ് പ്രതിനിധികൾ നടത്തുന്നത്. ബഹുജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, കൂടുതൽ യുവാക്കളെയും വനിതകളെയും പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുക, പാർട്ടി അംഗങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയ പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് പ്രതിനിധികൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ യുവജനങ്ങളെ പാർട്ടിയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരണമെന്ന നിർദ്ദേശം ഗൗരവമായി കാണുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. We have to focus in bringing in younger people and not only in recruitment but also in developing them into cadres and leaders, promoting them into the leaders, and it's a part of the rejuvenation and renewal of the party organization also as a whole by inducting young people. മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികം രാജ്യവ്യാപകമായി വ്യത്യസ്ത പരിപാടികളോടെ ആഘോഷിക്കണമെന്ന പ്രത്യേക പ്രമേയം PB അംഗം MA ബേബി അവതരിപ്പിച്ചു. വർഗീയവും പിന്തിരിപ്പനുമായ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ അധ്വാനവർഗ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനുള്ള അവസരമായി ഒക്ടോബർ വിപ്ലവത്തിന്റെ വാർഷിക വർഷത്തെ മാറ്റണമെന്നാണ് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിയുടെ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളെ വളരെ വിശദമായി തന്നെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓരോ ഇടപെടലുകളെയും ഇഴകീറി പരിശോധിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ചർച്ചകൾ പാർട്ടിയുടെ സംഘടനാപരമായ ശക്തിപ്പെടലിന് ക്രിയാത്മക പിന്തുണ നൽകുമെന്ന് നേതൃത്വം പ്രതീക്ഷിക്കുന്നു. കൊൽക്കത്തയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം സോണിയാഗാന്ധിയെ അറിയിക്കാനാണ് ലീഗിൽ ധാരണ. നാളെ കോട്ടയത്ത് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഗ്രൂപ്പ് വഴക്കിലെ അതൃപ്തി അറിയിക്കും. ഹൈക്കമാൻഡ് ഇടപെടണമെന്ന് മറ്റു ഘടകകക്ഷികളും ആവശ്യപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് കേരള കോൺഗ്രസും ലീഗും ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സീറ്റ് വേണമെന്ന നിലപാട് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും ഉഭയകക്ഷി ചർച്ചയിൽ അറിയിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിലെ അമർഷം നാളെ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിക്കാനാണ് ലീഗ് നേതൃത്വത്തിലെ ധാരണ. ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് ഇക്കാര്യം ഉന്നയിച്ചില്ല. സംസ്ഥാന നേതൃത്വത്തോട് ഇനി പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ലീഗിന്റെ അഭിപ്രായം. സ്വാഭാവികം അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അല്ല, ആ കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ബാർ കേസിൽ ഇരട്ട നീതിയിലെ പ്രതിഷേധം വ്യക്തമാക്കിയായിരുന്നു മാണി ഗ്രൂപ്പിന്റെ ചർച്ച. ഘടകകക്ഷികളോട് നീതിപൂർവമായ സമീപനമല്ല കോൺഗ്രസിനുള്ളതെന്ന് മാണി വിഭാഗം ഉഭയകക്ഷി ചർച്ചയിൽ പറഞ്ഞു. ആക്ഷേപങ്ങൾ പരിശോധിക്കുമെന്നായിരുന്നു PP തങ്കച്ചന്റെ മറുപടി. പൊതുവെയുള്ള കാര്യങ്ങളിൽ അവർക്ക് അതൃപ്തിയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. കോൺഗ്രസിൻ്റെ അകത്ത് മാത്രമല്ല, മൊത്തത്തിലുള്ള അതൃപ്തിയിൽ അവർക്ക് മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചത്. ഉഭയകക്ഷി ചർച്ച കൊണ്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് JDU. മറ്റന്നാളാണ് JDUവുമായി ചർച്ച. JDU ഒഴികെയുള്ള കക്ഷികളുമായി വൈകിട്ട് ഉഭയകക്ഷി ചർച്ച നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അട്ടിമറിക്കാൻ മന്ത്രിസഭാ നീക്കം. സെക്രട്ടേറിയറ്റിൽ നിന്നും വിരമിക്കുന്നവരെ സാങ്കേതിക സർവകലാശാലയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാനാണ് നീക്കം നടക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പിൽ ഇതും ഇടം പിടിച്ചു. അജണ്ടയ്ക്ക് പുറത്തുള്ള ഇനമായി ഇത് പരിഗണിച്ചു. സെക്രട്ടേറിയറ്റിൽ നിന്നും അടുത്തിടെ വിരമിക്കാൻ പോകുന്ന 2 ഉന്നത ഉദ്യോഗസ്ഥരെ സാങ്കേതിക സർവകലാശാലയുടെ തലപ്പത്ത് തിരികെ കയറ്റാൻ വേണ്ടിയാണ് സർക്കാർ വഴിവിട്ട നീക്കം നടത്തുന്നത്. നിലവിലുള്ള സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഇവരെ നിയമിക്കാനാവില്ലെന്നതിനാൽ ഇവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് നിയമം മാറ്റിയെഴുതാനാണ് മന്ത്രിസഭ ശ്രമിക്കുന്നത്. ഇവരെ നിയമിക്കാനുള്ള മന്ത്രിസഭാ കുറിപ്പ് അജണ്ടയ്ക്ക് പുറത്തുള്ള ഇനമായി ഇന്ന് മന്ത്രിസഭ പരിഗണിക്കും.
UGC നിയമപ്രകാരം അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കുന്നത് നിലവിൽ രജിസ്ട്രാറും ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് നിലവിൽ ഫിനാൻസ് ഓഫീസറുമാണ്. ഇതിന് പകരമായി ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ, ഡയറക്ടർ ഫിനാൻസ് എന്നീ പദവികൾ സാങ്കേതിക സർവകലാശാലയിൽ സൃഷ്ടിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും നിർദ്ദേശം വന്നിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ 3 വർഷം പ്രവർത്തിച്ച പരിചയം വേണമെന്നതാണ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷന്റെ യോഗ്യതയെന്ന് കുറിപ്പിൽ പറയുന്നു. നിലവിൽ ഈ യോഗ്യതയുള്ള ഒരേ ഒരാൾ മാത്രമാണ് കേരളത്തിൽ ഉള്ളതെന്നിരിക്കെ ഇത് ഇഷ്ടക്കാരെ നിയമിക്കാൻ വേണ്ടിയുള്ളതാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ഫിനാൻസ് വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഫിനാൻസ് ഡയറക്ടറുടെ യോഗ്യത. ഈ യോഗ്യതയുള്ള 3 ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ കേരളത്തിലുള്ളത്. സർവകലാശാലകളുടെ സ്വയംഭരണ പദവിക്കും നിയമനത്തിനും മേലുള്ള മന്ത്രിസഭയുടെ കടന്നുകയറ്റമാണ് ഈ നീക്കമെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സിനിമാ മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക്. ജനുവരി 1 മുതൽ സിനിമാ നിർമ്മാണം നിലയ്ക്കുമെന്ന മുന്നറിയിപ്പുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഫെഫ്കയുടെ വേതന വർധനവ് അനുവദിക്കാനാകില്ലെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. ശത്രുവെന്ന് കരുതുന്നവരെ ഇല്ലാതാക്കാൻ സംഘപരിവാർ ഏതറ്റം വരെയും പോകുമെന്ന് പിണറായി വിജയൻ. അഖ്ലാഖിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ആട്ടിറച്ചിയാണെന്ന് നേരത്തെ വെളിവായതാണെന്നും ഇക്കാര്യം കൊലയാളിയോട് പറഞ്ഞിരുന്നതായിരുന്നുവെന്നും പിണറായി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പിണറായിയുടെ പ്രതികരണം. ISIക്ക് സൈനിക രഹസ്യങ്ങൾ കൈമാറിയതിന് അറസ്റ്റിലായ വ്യോമസേന മുൻ ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് മലയാളി. അതേസമയം രാജ്യത്ത് തീവ്രവാദി കയറിയതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തെത്തി. സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നാണ് എത്തിയതെന്ന് സൂചന. PJ ബെഞ്ചമിൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള അവാർഡ് വിതരണവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ചികിത്സാ സഹായ വിതരണവും പ്രശസ്തിപത്ര വിതരണവും നടന്നു. മുൻ കേന്ദ്രമന്ത്രി KV തോമസ് MPയാണ് ആർത്തുങ്കരയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ജോർജ് ബെഞ്ചമിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ PB ജോക്കിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. സണ്ണി സിൽക്സ് അങ്കമാലിയും കേരള പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. അങ്കമാലിയിൽ നടന്ന ചടങ്ങിൽ ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സണ്ണി സിൽക്സ് ജനറൽ മാനേജർ VP പീറ്റർ ഫ്ളാഗ് ഏറ്റുവാങ്ങി. സണ്ണി സിൽക്സ് ബിസിനസ് ഹെഡ് മധു കൃഷ്ണയും പരിപാടിയിൽ പങ്കെടുത്തു. പ്രത്യേകം സജ്ജീകരിച്ച വാഹനം വിവിധ മേഖലകളിൽ പര്യടനം നടത്തി ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. മണ്ഡലപൂജയ്ക്ക് ശേഷം നടയടച്ചതോടെ ശബരിമല വിജനമായി. മേൽശാന്തിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഏതാനും ദേവസ്വം ബോർഡ് ജീവനക്കാരും മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. മകരവിളക്ക് മഹോത്സവത്തിനായി നാളെ നട തുറക്കാനുള്ള ഒരുക്കത്തിലാണ് സന്നിധാനം. തീർത്ഥാടക പ്രവാഹത്തിന്റെ 41 ദിനങ്ങൾക്ക് മണ്ഡലപൂജയോടെ അവസാനമായപ്പോൾ ശബരിമല വിജനമാണ്. മകരവിളക്ക് മഹോത്സവത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ സന്നിധാനം. കഴിഞ്ഞ ദിവസം വരെ തീർത്ഥാടക ലക്ഷങ്ങൾ നിറഞ്ഞിരുന്ന ഇടങ്ങൾ ഇന്ന് ശൂന്യമാണ്. മണ്ഡലകാലത്തെ തിരക്കേറിയ ദിനങ്ങൾക്കു ശേഷം ശബരിമലയ്ക്ക് ഇത് വിശ്രമവേള. അയ്യപ്പ സന്നിധിയിലെ പൂജാകർമ്മങ്ങൾക്കൊടുവിൽ നിത്യേന അല്പസമയം മാത്രം ഉറങ്ങിയിരുന്ന മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിക്ക് ഈ ദിനങ്ങൾ പൂർണ്ണ വിശ്രമത്തിൻ്റെതാണ്. ഇന്നത്തെ ദിവസങ്ങൾ ശരിക്കും ഉറങ്ങി, ലാവിഷായിട്ട് ഉറങ്ങി. എന്നാൽ സന്നിധാനത്തെ ആശുപത്രിയിൽ കർമ്മനിരതരായിരുന്ന ജീവനക്കാർക്ക് ഇത് മടുപ്പുളവാക്കുന്ന ദിനങ്ങളാണ്. 2 ദിവസം ആരും ഇല്ലാതുകൊണ്ട് ശരിക്കും ആക്കൊരു ബോറടി തന്നെയാണ്. അതേസമയം ഭക്തരെറിയുന്ന നെയ്പുരണ്ട നാളികേരങ്ങളാൽ സദാ അഗ്നി ജ്വലിച്ചിരുന്ന ആഴി അണഞ്ഞപ്പോൾ ചാരം മാറ്റുന്ന തിരക്കിലാണ് ചിലർ. നട തുറക്കും മുമ്പേ പരമാവധി ചരക്കെത്തിക്കാൻ നെട്ടോട്ടത്തിലാണ് ട്രാക്ടറുകൾ. അറ്റകുറ്റപ്പണികളിൽ മുഴുകി വിവിധ വിഭാഗം ജീവനക്കാർ. ഒപ്പം പതിവ് ചുമതലകളിൽ ദ്രുതകർമ്മസേനാംഗങ്ങളും പോലീസുകാരും. അങ്ങനെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മകരവിളക്ക് മഹോത്സവത്തിനായി നാളെ നട തുറക്കുമ്പോൾ തീർത്ഥാടകരെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശബരിമല. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം ജിതിൻ ചന്ദ്രൻ.